ബ്രില്യൻ മാംസിലേക്ക് എല്ലാ കുട്ടികളെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ 9ാം ക്ലാസ്സിലെ ഫിസിക്സ് അഥവാ ഭൗതിക ശാസ്ത്രം എന്ന വിഷയം കൈകാര്യം ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു ഓബ്ജക്റ്റ്, ഫോർ എക്സാമ്പിൾ നമ്മുടെ ബ്രിക്ക് തന്നെ വെള്ളത്തിൽ താഴ്ത്തുമ്പോൾ അത്രയും ആ ഓബ്ജക്റ്റ് താഴ്ത്തുന്നതിനനുസരിച്ച് അത്രയും ലിക്വിഡ് വെള്ളം എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്പ്ലേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത് when an object is immersed in any liquids, whether there is a relation between the displaced liquids and the buoyancy exerted by the liquids. അപ്പൊ ഒരു ദ്രാവകത്തിന്റെ പ്ലവക്ഷമ ബലവും ആ ദ്രാവകത്തിൽ ഒരു വസ്തു പൂർണ്ണമായി താഴ്ത്തുമ്പോൾ അത് ആദേശം ചെയ്യുന്ന ദ്രാവകത്തിന്റെ ഭാരവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അപ്പൊ ആദേശം ചെയ്യുന്ന ദ്രാവകത്തിന്റെ ഭാരവും ദ്രാവകത്തിന്റെ പ്ലവക്ഷമ ബലവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അതാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് അത് മനസ്സിലാക്കുന്നതിന് കൃത്യമായി പറഞ്ഞാൽ മനസ്സിലാവില്ല. നമുക്കൊരു പരീക്ഷണത്തിൽ കൂടി അത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ശരി, നമുക്കൊരു പരീക്ഷണം കണ്ട് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാം. എല്ലാവരും ഈ പരീക്ഷണം ഒന്ന് ശ്രദ്ധിച്ചു കാണുക. ഓക്കെ, ഇത് ഒരു എംറ്റി ബക്കറ്റാണ്, ട്രാൻസ്പാരന്റ് ബക്കറ്റാണ്. യു ക്യാൻ സീ ദാറ്റ് ഇതിൽ അല്പം പോലും വെള്ളമില്ല, വെള്ളം പൂർണ്ണമായിട്ട് കളഞ്ഞിട്ടുണ്ട്. ഞാൻ അതിന് ശേഷം ഞാൻ ഈ ചെറിയ ഇതിൻ്റെ ഉള്ളിലേക്ക് എടുത്തു വയ്ക്കുകയാണ്. ഇനി ഇത് ഞാൻ ഫുള്ളായിട്ട് വാട്ടർ കൊണ്ട് ഫില്ല് ചെയ്യാണ്. തുളുമ്പുന്ന വിധത്തിൽ വാട്ടർ കൊണ്ട് ഇത് ഫില്ല് ചെയ്യാണ്. യു ക്യാൻ സീ തുളുമ്പുന്ന വിധത്തിൽ ഇതിലേക്ക് വാട്ടർ കൊണ്ട് ഞാൻ ഫില്ല് ചെയ്യുന്നു. യെസ്, ഒരു തുള്ളി വെള്ളം പോലും പോയിട്ടില്ല. തുളുമ്പുന്ന വിധത്തിൽ വാട്ടർ കൊണ്ട് ഫില്ല് ചെയ്യുന്നു. ഓൾറെഡി നമ്മളിതിൻ്റെ ഈ സ്റ്റോണിൻ്റെ വെയിറ്റ് ഓൾറെഡി നമ്മൾ കണ്ടതാണ്. 8 ന്യൂട്ടനാണ്. ഞാൻ ഇത് വെള്ളത്തിലേക്ക് താത്തുകയാണ്. യു സി, ഞാനിത് വെള്ളത്തിലേക്ക് താത്തുന്നു. വെള്ളം ഓവർഫ്ലോ ചെയ്തു. വെയിറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും അത് എത്ര ഇത് തന്നെയാണ്. ദാറ്റ് ഈസ് 5 ന്യൂട്ടൺ. ഈ സ്റ്റോണിൻ്റെ വെയിറ്റ് ഓൾറെഡി നമ്മൾ വെള്ളത്തിൽ കണ്ടുപിടിച്ചാണ്. ബ്രിക്കിൻ്റെ വെയിറ്റ് വാട്ടർ എത്രയാണ്? 5 ന്യൂട്ടനാണ്. ഓക്കെ, നമ്മൾ ഇത് താത്തുമ്പോൾ അത്രയും വെള്ളം എന്ത് ചെയ്തിട്ടുണ്ട്? ഓവർഫ്ലോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓവർഫ്ലോ ചെയ്തത് നമുക്ക് അതെവിടെ കളക്ട് ചെയ്യുന്നു? ഈ വലിയ ബക്കറ്റിൽ അത് കളക്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ബ്രിക്കിൻ്റെ വെയിറ്റ് എത്രയാണ്? വാട്ടറിലുള്ള വെയിറ്റ് 5 ന്യൂട്ടനാണ്. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? ഇത് എടുത്ത് മാറ്റിയതിന് ശേഷം ഈ വെള്ളം ഞാൻ മാറ്റുന്നു. ഓക്കെ, യു സി ഞാൻ ഈ വെള്ളം മാറ്റുന്നു. അതിനുശേഷം ഈ ബക്കറ്റ് വിത്ത് വാട്ടർ ഞാൻ വെയിറ്റ് കാണുന്നു. ബക്കറ്റ് വിത്ത് വാട്ടർ വെയിറ്റ് കാണുന്നു. യു സി, ബക്കറ്റ് വിത്ത് വാട്ടർ വെയിറ്റ് എത്രയാണെന്ന് നോക്കുക. യു സി, ദാറ്റ് ഈസ് 9 ന്യൂട്ടനാണ്. 9 ന്യൂട്ടൺ. ബക്കറ്റ് വിത്ത് വാട്ടർ ദ വെയിറ്റ് ഈസ് 9 ന്യൂട്ടൺ. ഓക്കെ, ക്ലിയർ? 9 ന്യൂട്ടൺ. നൗ ഈ അധികമുള്ള വെള്ളം ഞാൻ കളയുകയാണ്. യു സി, ഈ വെള്ളം ഞാൻ കളഞ്ഞു. ദിസ് അഗെയിൻ യു സി, ദിസ് എൻ എംറ്റി ബക്കറ്റ്. ഞാൻ എംറ്റി ബക്കറ്റിൻ്റെ വെയിറ്റ് കാണുകയാണ്. നൗ ഐ എം ഗോയിങ് ടു ഫൈൻഡ് ഔട്ട് ദ വെയിറ്റ് ഓഫ് എംറ്റി ബക്കറ്റ്. എംറ്റി ബക്കറ്റിൻ്റെ വെയിറ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അത് എത്രയാണ്? 6 ന്യൂട്ടനാണ്. 6 ന്യൂട്ടൺ. എംറ്റി ബക്കറ്റിൻ്റെ വെയിറ്റ് 6 ന്യൂട്ടനാണ്. യു ക്യാൻ സീ ദാറ്റ് 6 ന്യൂട്ടനാണ് എംറ്റി ബക്കറ്റിൻ്റെ വെയിറ്റ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ശരി, നമ്മൾ പരീക്ഷണം കണ്ടല്ലോ. ഈ പരീക്ഷണം എന്താണ് ചെയ്തിരിക്കുന്നത്? ആദ്യം ഒരു ട്രാൻസ്പെറൻ്റ് ആയ ഒരു വലിയ ബക്കറ്റ് നമ്മൾ കണ്ടായിരുന്നു. അതുപോലെ തന്നെ ചെറിയ ഒരു ടിഫിൻ ടൈപ്പ് ഒരു ട്രാൻസ്പെറൻ്റ് ആയ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാത്രവും ഒരു വെസൽ പോലെ ഒരു പാത്രവും ഉണ്ട്. നമ്മൾ ആദ്യം സ്റ്റോണിൻ്റെ വെയിറ്റ് എയറിൽ കണ്ടുപിടിച്ചു. അത് നമുക്ക് ഓൾറെഡി അറിയാം. ദ വെയിറ്റ് ഓഫ് സ്റ്റോൺ എന്ന് പറയുന്നത് വെയിറ്റ് ഓഫ് ബ്രിക്ക് ഇൻ എയറിലുള്ള വെയിറ്റ് അത് നമുക്ക് എന്തായിട്ട് എടുക്കുക? W1. അത് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു. എത്രയായിരുന്നു? 8 ന്യൂട്ടൺ ആയിരുന്നു. അത് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചതാണ്. 8 ന്യൂട്ടനാണ്. വെയിറ്റ് ഓഫ് ബ്രിക്ക് ഇൻ വാട്ടർ നമുക്ക് അറിയാവുന്നതാണ്. വെയിറ്റ് ഓഫ് ബ്രിക്ക് ഇൻ വാട്ടർ അത് ഓൾറെഡി W2 എന്ന് എടുക്കാം. അത് ഓൾറെഡി നമുക്ക് അറിയാവുന്നതായിരുന്നു. എത്രയായിരുന്നു? 5 ന്യൂട്ടൺ ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ബോയൻസി അല്ലെങ്കിൽ ലോസ് ഓഫ് വെയിറ്റ്, ബോയൻസി
അല്ലെങ്കിൽ ലോസ് ഓഫ് വെയിറ്റ് നമ്മൾ കണ്ടുപിടിച്ചതാണ്. ദാറ്റ് ഈസ് W1 മൈനസ് W2 ഇസ് ഈക്വൽ ടു 8 മൈനസ് 5 ഇസ് ഈക്വൽ ടു 3 ന്യൂട്ടൺ. ഇത് നമുക്ക് കിട്ടിയതാണ്. ഓക്കെയാണ് ഇതിന്റെ ഫസ്റ്റ് പാർട്ട്. നമ്മുടെ പരീക്ഷണത്തിൽ നമ്മൾ നേരത്തെ ചെയ്ത കാര്യമാണ്. നമ്മൾ ഈ എക്സ്പെരിമെന്റിൽ എന്ത് ചെയ്തു? ഈ ഒരു ലാർജ് ട്രാൻസ്പെറന്റ് ആയ ബക്കറ്റ് എടുത്തു. അതിനുശേഷം നമ്മൾ അതിൽ ഞാൻ പറഞ്ഞു ഒരു ടിഫിൻ ടൈപ്പ് ഒരു വെസൽ ടൈപ്പ് ഇതെടുത്തു. അത് ഒരു പ്ലാസ്റ്റിക് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൽ നമ്മൾ എന്ത് ചെയ്തു? നിറച്ച് വെള്ളം കൊടുത്തു. അതിൽ നമ്മൾ നിറച്ച് വെള്ളം എടുത്തിട്ട് ആ സാധനം ഈ വലിയ ബക്കറ്റിന്റെ ഉള്ളിലേക്ക് അത് ഇറക്കി വെച്ചു. അല്ലെ, അങ്ങനെയല്ല ഉണ്ട്. അതിനുശേഷം നമ്മൾ ഈ ബ്രിക്ക് ഇതിലേക്ക് പൂർണ്ണമായിട്ട് താത്തുന്നു. അത് നിറച്ച് വെച്ചിരിക്കുകയാണ്, തൊട്ട വെള്ളം പോകും. നിറച്ച് വെച്ചിട്ട് അതിലേക്ക് ഈ ബ്രിക്ക് നമ്മൾ പൂർണ്ണമായി താത്തുന്നു. പൂർണ്ണമായി താത്തുമ്പോൾ അതിൽ നിന്ന് വെള്ളം എന്ത് ചെയ്യുന്നു? ഓവർഫ്ലോ ചെയ്യും. അതിൽ നിന്ന് വെള്ളം ഓവർഫ്ലോ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. വെള്ളം ഓവർഫ്ലോ ചെയ്യുന്നു. അപ്പൊ വെള്ളം ഓവർഫ്ലോ ചെയ്യുമ്പോൾ നമ്മൾ അതിൽ വെയിറ്റ് കണ്ടുപിടിക്കുന്നുണ്ട്. വെയിറ്റ് ഓഫ് ബ്രിക്ക് ഇൻ വാട്ടർ, അതായത് വെള്ളത്തിലുള്ള ബ്രിക്കിന്റെ വെയിറ്റ്. അത് നമുക്ക് ഇത്ര തന്നെയാണ് 5 ന്യൂട്ടൺ. അപ്പൊ അതിന് നമുക്ക് ബോയൻസി അല്ലെങ്കിൽ ലോസ് ഓഫ് വെയിറ്റ് കിട്ടി. അത് 3 ന്യൂട്ടൺ ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്തു? ആ വെസല് ബ്രിക്ക് എല്ലാം പൂർണ്ണമായിട്ട് എടുത്ത് മാറ്റിയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്തു? ആ പ്ലാസ്റ്റിക് ബക്കറ്റ് വിത്ത് വാട്ടർ നമ്മൾ അതിന്റെ വെയിറ്റ് കാണുന്നു. പ്ലാസ്റ്റിക് ബക്കറ്റ് വിത്ത് വാട്ടർ നമ്മൾ അതിന്റെ വെയിറ്റ് കാണുന്നു. അത് നമുക്ക് കിട്ടിയത് പ്ലാസ്റ്റിക് വിത്ത് വാട്ടർ നമ്മൾ കിട്ടിയതാണ്. ദാറ്റ് ഈസ് എ വെയിറ്റ് ഓഫ് ബക്കറ്റ് വിത്ത് വാട്ടറുമായിട്ട് അതിന്റെ വെയിറ്റ് നമുക്ക് കിട്ടിയത്. അത് നമുക്ക് W3 എന്ന് എടുക്കാം. അത് നമുക്ക് എത്രയാണ് കിട്ടിയത്? അത് 9 ന്യൂട്ടൺ ആണ് നമുക്ക് കിട്ടിയത്. 9 ന്യൂട്ടൺ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? 9 ന്യൂട്ടൺ ആണ് നമുക്ക് കിട്ടിയത്. അതിനുശേഷം നമ്മൾ എന്താണ് ചെയ്തത്? നമ്മൾ ആ വെള്ളം പൂർണ്ണമായിട്ട് നമ്മൾ കളഞ്ഞു. ആ വെള്ളം നമ്മൾ കളഞ്ഞതിന് ശേഷം ഒരു എംപ്റ്റി ബക്കറ്റ് കിട്ടി. എന്നിട്ട് അതിന്റെ വെയിറ്റ് വീണ്ടും കണ്ടുപിടിച്ചു. വെയിറ്റ് ഓഫ് എംപ്റ്റി ബക്കറ്റിന്റെ വെയിറ്റ് കണ്ടുപിടിച്ചു. അതായത് കാലിയായ ബക്കറ്റിന്റെ വെയിറ്റ്. അപ്പൊ ഇതെന്താണ്? വെള്ളവും ബക്കറ്റും കൂടെ ചേർന്ന വെയിറ്റ് ആണ് എത്ര? 9 ന്യൂട്ടൺ. അതിനുശേഷം കാലിയായ ബക്കറ്റിന്റെ വെയിറ്റ് നമ്മൾ കണ്ടുപിടിച്ചു. അത് നമുക്ക് എത്ര ന്യൂട്ടൺ ആണ് കിട്ടിയത്? 6 ന്യൂട്ടൺ ആണ് കിട്ടിയത്. അപ്പൊ ബക്കറ്റ് വിത്ത് വാട്ടർ 9 ന്യൂട്ടണും എംപ്റ്റി ബക്കറ്റ് എത്രയാണ്? 6 ന്യൂട്ടൺ ആണ്. അപ്പൊ നമുക്ക് വെള്ളത്തിന്റെ എന്ത് കണ്ടുപിടിക്കണം? വെയിറ്റ് കണ്ടുപിടിക്കണം. വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ വെയിറ്റ് ഓഫ് വാട്ടർ. അപ്പൊ നമുക്ക് വെയിറ്റ് ഓഫ് ഡിസ്പ്ലേസ്ഡ് വാട്ടർ അല്ലെ, വെയിറ്റ് ഓഫ് ഡിസ്പ്ലേസ്ഡ് വാട്ടർ. ആര് മുഖേനയാണ് ഈ വാട്ടർ ഡിസ്പ്ലേസ് ചെയ്ത്? ഈ വാട്ടർ ഡിസ്പ്ലേസ് ചെയ്ത ആരാണ്? ബ്രിക്ക് ഇട്ടപ്പോൾ ഓവർഫ്ലോ ചെയ്ത വാട്ടർ ആണത്. വെയിറ്റ് ഓഫ് ഡിസ്പ്ലേസ്ഡ് വാട്ടർ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? W3യിൽ നിന്ന് W4 മൈനസ് ചെയ്യണം. അതായത് ബക്കറ്റ് വിത്ത് വാട്ടർ മൈനസ് എംപ്റ്റി ബക്കറ്റ് വെയിറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? മൈനസ് ചെയ്യുന്നു. അപ്പൊ W3 മൈനസ് W. അപ്പൊ നമുക്ക് എത്ര കിട്ടുന്നു? 9 മൈനസ് 6 ഇസ് ഈക്വൽ ടു നമുക്ക് എത്ര ന്യൂട്ടൺ കിട്ടുന്നു? 3 ന്യൂട്ടൺ. അപ്പൊ നമ്മൾ ഇത് രണ്ടും നോക്കൂ. ഇത് രണ്ടും സെയിം അല്ലേ നോക്കിയേ. അപ്പൊ ഇത് വെയിറ്റ് ഓഫ് ഡിസ്പ്ലേസ്ഡ് വാട്ടർ ബൈ ബ്രേക്ക് ഈസ് ഈക്വൽ ടു ബോയൻസി ഓഫ് വാട്ടർ. രണ്ടും സെയിം ആണ്. ബോയൻസി ഓഫ് വാട്ടർ ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ഡിസ്പ്ലേസ്ഡ് വാട്ടർ. രണ്ടും 3 ന്യൂട്ടൺ ആണ്. അപ്പൊ ഇത് നമുക്ക് ഒരു പുതിയ അറിവിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? എത്തിച്ചേർക്കുകയാണ്. ക്ലിയർ ആയി വിശ്വസിക്കുന്നു. എന്താണ് നമ്മൾ ഇത് മനസ്സിലാക്കുന്നത്? എന്താണ്? ദ ബോയൻസി എക്സർട്ടഡ് ബൈ ദ ലിക്വിഡ് ഈസ് ഈക്വൽ ടു ദ വെയിറ്റ് ഓഫ് വാട്ടർ അല്ലെങ്കിൽ ദ വെയിറ്റ് ഓഫ് ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് ബൈ ദ ഓബ്ജക്ട്സ് എന്ന ഒരു തത്വത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ തത്വമാണ് എന്റെ പേരിൽ അറിയപ്പെടുന്ന ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്ന പേരിൽ ആണ് ഈ തത്വം അറിയപ്പെടുന്നത്. സോ ദിസ് ഇസ് നോൺ ആസ് ദ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. സോ വാട്ട് ഈസ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ? എന്താണ് ആർക്കിമിഡീസ് തത്വം എന്ന് പറയുന്നത്? ഒരു വസ്തു പൂർണ്ണമായോ ഭാഗികമായോ വെള്ളത്തിൽ താത്തുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ദ്രാവകത്തിൽ താത്തുമ്പോൾ അത് ആദേശം ചെയ്യുന്ന ദ്രാവകത്തിന്റെ അല്ലെങ്കിൽ ജലത്തിന്റെ ഭാരം എന്ന് പറയുന്നത് ആ ദ്രാവകത്തിന്റെ പ്ലവക്ഷമ ബലത്തിന് തുല്യമായിരിക്കും. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇതിനെയാണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. വെൻ an object is immersed partially or completely in a liquid, the buoyancy experienced by the object will be equal to the weight of the fluid displaced by the objects.
അപ്പോൾ ഒരു ഓബ്ജക്റ്റിന് ദ്രാവകത്തിൽ ഭാഗികമായോ പൂർണ്ണമായോ താഴ്ത്തി വെക്കുമ്പോൾ അതിനുണ്ടാകുന്ന പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത് അത് ആദേശം ചെയ്യുന്ന ദ്രാവകത്തിന്റെ വെയിറ്റിന് തുല്യമായിരിക്കും. The buoyancy experienced by an object in a liquid is equal to എന്താണ്, that is equal to the weight of the liquid displaced by the object. അപ്പോൾ നമുക്ക് രണ്ട് കാര്യം കിട്ടി. buoyancy is equal to the loss of weight of object in water, liquid is equal to എന്താണ് നമ്മൾ അടുത്തായിട്ട് the weight of the liquid displaced by the objects. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് ബോയൻസി കണ്ടുപിടിക്കാം. ലോസ് ഓഫ് വെയിറ്റ് കണ്ടുപിടിച്ചാലും ബോയൻസി ആണ്, ഓവർഫ്ലോ ചെയ്ത വാട്ടറിന്റെ വെയിറ്റ് കിട്ടിയാലും അതും എന്താണ് ബോയൻസി. ഓക്കെ, രണ്ട് രീതിയിൽ നമുക്ക് ബോയൻസി ഉണ്ട്. ഫസ്റ്റ് സ്റ്റേജ് എന്താണ്, ലോസ്, ആദ്യം എയറിൽ വെയിറ്റ് കാണുക, ദെൻ എയറിൽ വസ്തുവിന്റെ വെയിറ്റ് കാണുക, അത് വെള്ളത്തിൽ ലിക്വിഡിൽ താത്തുക. അപ്പോൾ ദാറ്റ് ഈസ് ഡിഫറൻസ് ഇൻ വെയിറ്റ്, ലോസ് ഓഫ് വെയിറ്റ്, അത് ബോയൻസി ആണ്. രണ്ടാമത്തെ എന്താണ്, ഒരു വസ്തു ഒരു ഓബ്ജക്റ്റ് നമ്മൾ വെള്ളത്തിൽ താത്തുമ്പോൾ അത് ഓവർഫ്ലോ ചെയ്യും. ആ ഓവർഫ്ലോ ചെയ്ത് കിട്ടുന്ന ലിക്വിഡിന്റെ വെയിറ്റ് എന്ന് പറയുന്നതും അതും എന്താണ് ബോയൻസി. അപ്പോൾ there are two methods to find out the buoyancy. First, loss of weight. Second, the liquid displaced by the weight of the liquid displaced by the object. ഈ രണ്ട് രീതിയിൽ നമുക്ക്, അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പരീക്ഷണത്തിന്റെ വിശദാംശങ്ങൾ എല്ലാം തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അത് കൃത്യമായിട്ട് നോക്കേണ്ടതാണ്, അതിനനുസരിച്ച് അത് ക്രമീകരിക്കേണ്ടതാണ് എന്ന് പറയുന്നു. ഓക്കെ.